എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഈ സെറ്റ് മുണ്ടെടുത്ത് താറോടിക്കുന്ന ആളുടെ പേരാണ് ശ്രുതി. അപ്പുറത്തിരിക്കുന്ന, അതായത് ഈ പറയുന്ന ഞാനും ഒരു ശ്രുതി തന്നെയാണ്. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഇതാണ് ആലപ്പുഴ ജില്ലയിലെ ബണ്ട്. ഞങ്ങൾ പോകുന്നത് മണ്ണാർശാല അമ്പലത്തിലേക്കാണ്. 11 മണിക്ക് തന്നെ അമ്പലം അടയ്ക്കുമെന്നാണ് നമ്മളുടെ ഗൂഗിൾ ചേച്ചി പറഞ്ഞത്. ഞങ്ങൾക്ക് രണ്ടിനും നന്നായി സെറ്റ് മുണ്ട് സാരി ഉടുക്കാൻ അറിയുന്നത് കൊണ്ട് പല വീഡിയോസും കണ്ട് ഒരുവിധം വലിച്ചു കെട്ടി അവിടെ എത്തിയപ്പോഴേക്കും മണി 11:20. അമ്പലം അടയ്ക്കുമെന്നുള്ള സങ്കടവും ടെൻഷനുമാണ് ഞങ്ങളുടെ മുഖത്ത്. മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളെ കേൾക്കും എന്നത് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം വൈകി എത്തിയിട്ടും അമ്പലം അടച്ചിരുന്നില്ല. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് അവിടുത്തെ പാർക്കിംഗ് ഒന്നും വലിയ പിടുത്തമില്ലായിരുന്നു. എന്നാലും വേഗം തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. മുല്ലപ്പൂവൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. പക്ഷേ ഈ കാണുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ സുഖമായ അമ്പലത്തിലെ ദർശനത്തിന് ശേഷം എടുത്ത വീഡിയോസ്, എടുത്ത വെറുപ്പിക്കൽസ് എന്ന് പറയാം. ഞങ്ങൾ നല്ല സുഖമായി ഭഗവാനെ കണ്ടു. ഒരുപാട് നേരം നടയിൽ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ പുറത്തിറങ്ങി അവിടെ വഴിപാട് കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടുന്ന് 100 പാലും ഞങ്ങൾ നേർന്നു. വഴിപാട് അവർ നടത്തിയിട്ട് ഓൺലൈനായിട്ട് പ്രസാദം അയച്ചു തരാമെന്നാണ് അവർ പറഞ്ഞത്. ആ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തതിന് ശേഷം അവിടെ അമ്പലത്തിനടുത്തൊരു കുളം ഉണ്ടായിരുന്നു. കുളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സെറ്റ് മുണ്ടുമൊക്കെ കൊടുത്ത് നമ്മളല്ലേ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നിട്ട് ഞങ്ങൾ ആ കുളത്തിലിറങ്ങി. അമ്പലപ്പുഴയെ കൊണ്ട് കണ്ണനോട് അതിവിടെ കറക്റ്റാണ് അല്ലേ. ഞാനൊരു നല്ല ധൈര്യശാലി ആയതുകൊണ്ടും കുളത്തിലിറങ്ങാനുള്ള പേടിയില്ലാത്തത് കൊണ്ടും ഞാൻ അവിടെ നിന്ന് ഇങ്ങനെയൊന്ന് വട്ടം കറങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരുന്നുണ്ടായിരുന്നു. അവളൊരു ബിസിനസ്സുകാരിയാണേ. ഞാൻ അവളെയും വെറുപ്പിച്ചു ഇടയ്ക്ക്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോയപ്പോൾ അതാ ചേട്ടൻ അവൾക്ക് മാത്രം കസ്കസ് ഇട്ടു, എനിക്കിട്ടിരുന്നില്ല. ഞങ്ങളാണെങ്കിൽ വണ്ടിയിൽ കയറിയതും തിരിച്ചുള്ള യാത്രയിൽ ആദ്യത്തെ പാട്ട് അപ്പോളേ പറഞ്ഞില്ലേ പോരണ്ടായിരുന്നു എന്ന്. അങ്ങനെ റേഡിയോ വരെ ഞങ്ങൾ ട്രോൾ ചെയ്താണ് ഈ കണ്ടത്. പക്ഷേ ഇത്തവണ റേഡിയോയ്ക്ക് തെറ്റി. കാരണം ഞങ്ങളുടെ ഈ ട്രിപ്പ് വൻ സക്സസ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചില്ല ഭഗവാനെ കാണാൻ പറ്റുമെന്ന്. കാരണം അത്രയ്ക്ക് ലേറ്റായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ. പക്ഷേ സുഖമായിട്ട് ഭഗവാനെ കാണാൻ പറ്റി. തൊഴുതു. മുത്തശ്ശി ഉണ്ടായിരുന്നു, മുത്തശ്ശിയുടെ ദർശനവും ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം വളരെ സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര. അതുപോലെ തന്നെ എല്ലാവർക്കും ഇതുപോലെയുള്ള നല്ല നല്ല യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഹാപ്പി ന്യൂ ഇയർ കൂടെ ഉണ്ട്. ഇനിയത്തെ യാത്ര എപ്പോഴായിരിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ ആദ്യത്തെ യാത്രയിൽ തന്നെ ഭഗവാനെ കണ്ട സന്തോഷത്തോടെ ബായ്.